Hi guys, back to my channel. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പൈത്തണിലെ ബിൽഡിംഗ് ഫംഗ്ഷൻസ് എങ്ങനെ ലിസ്റ്റിൽ യൂസ് ചെയ്യാന്നായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ ലിസ്റ്റിൽ കുറച്ച് ജോയിൻ ചെയ്യൽ എങ്ങനെ, മൾട്ടിപ്പിൾ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് യൂസിങ് പ്ലസ് ഓപ്പറേറ്റർ, സിമ്പിൾ ആയിട്ടുള്ള. രണ്ടാമത്തത് എക്സ്റ്റെൻഡ്. മൂന്നാമത്തത് പ്ലസ് അസൈൻ. നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം, ഈ പ്ലസും പ്ലസ് അസൈനും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് എടുക്കാം. നമുക്ക് നേരെ രണ്ട് ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. വാല്യൂസ് എന്തെങ്കിലാട്ടെ, കൺസിഡറബിൾ അല്ല, സം വാല്യൂസ് ഉണ്ട്. ലിസ്റ്റ് 3 എന്തായാലും പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം വെച്ചിട്ട് പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ മതി. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് 1 പ്ലസ് ലിസ്റ്റ് 2 രണ്ടും കൂടി കൂട്ടുന്നു, നേരെ ലിസ്റ്റ് 3ലോട്ട് വെച്ച് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ലിസ്റ്റ് 1 കുറച്ച് വാല്യൂസ് ഉണ്ട്. ലിസ്റ്റ് 2 എടുത്തു. ഇത് നമ്മൾ ജസ്റ്റ് കുറച്ച് റൺ ചെയ്യും. ഒരു എറർ ഉണ്ട്, എന്താ നോക്കാം. EI is not defined. Let's check. Yes, സ്ട്രിങ് ക്യാരക്ടർ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ കോട്ടിനുള്ളിൽ കൊടുക്കണം, അല്ലെങ്കിൽ സിംഗിൾ കോട്ടിനുള്ളിൽ കൊടുക്കണം. എറർ വരും, നമ്മൾ നോക്കുക എന്താണ്. അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പറായി മാറും. ബഗ് സോൾവ് ചെയ്യും. ഇപ്പോൾ ഒന്നുമില്ല, നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടില്ല. നമ്മൾ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ലിസ്റ്റ് 2 ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലിസ്റ്റ് 3 ക്രിയേറ്റ് ചെയ്യണം. നമ്മളെന്താ പറഞ്ഞേ? ലിസ്റ്റ് 1 കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടു, പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചു, ലിസ്റ്റ് 2 എടുത്തു, ഇവിടെ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ലിസ്റ്റ് 3നെ പ്രിന്റ് ചെയ്യാം. അപ്പൊ എന്താ അതിന് ഈ ലിസ്റ്റ് 1 അഥവാ ഈ ഒരു ലിസ്റ്റും എടുത്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ എങ്ങനെ ആൻസർ ഉണ്ടായാൽ 1 2 3 656 43, പിന്നെ കോമ ഇട്ടിട്ട് A, S, F, G, U അങ്ങനെ വരുന്നത് ഉണ്ടോ? 1 2 3 43 8 ഇങ്ങനെ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്ലസ് ലിസ്റ്റ് 2 ലിസ്റ്റ് 1 ക്രിയേറ്റ് ചെയ്യും. അപ്പൊ AFGU കഴിഞ്ഞ് 1 2 3 നമ്മൾ എങ്ങനെ കൊടുത്ത ആദ്യം അതാണ് വന്നത്. ലിസ്റ്റ് 2 ആദ്യം കൊടുക്കുമ്പോൾ ലിസ്റ്റ് 2 എന്താ പറയാ ആദ്യം വരുന്നു. ഇനിയിപ്പോ ലിസ്റ്റ് 3 എടുത്തിട്ട് ഞാൻ ലിസ്റ്റ് 4 ക്രിയേറ്റ് ചെയ്യും. ലിസ്റ്റ് 4 ക്രിയേറ്റ് ചെയ്തപ്പോൾ ലിസ്റ്റ് 3ലോട്ട് ഞാൻ എന്ത് ചെയ്തു? വേറൊരു നമ്പർ മാറ്റി കൊടുക്കുക. ഇനി ലിസ്റ്റ് 4 റൺ ചെയ്തതാണ്. എന്താണ്ടറിയോ? ആദ്യം നമ്മൾ ലിസ്റ്റ് 2 എടുത്തു, ഇത് അതിവിടെ എങ്ങനെ റൺ ചെയ്ത് ഇവിടെ വരെ എത്തി. അതിനുശേഷം ലിസ്റ്റ് 1 എടുത്തു. ലിസ്റ്റ് 1 പറഞ്ഞാൽ 1 23 43 ഇവിടെ വരെ. അതിനെ ലിസ്റ്റ് 3 ആക്കി. അപ്പൊ ഇതുവരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് ലിസ്റ്റ് 3 ആണ്, ഈ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? ലിസ്റ്റ് 3ലോട്ട് ഇതുവരെ പ്രിന്റ് ചെയ്തില്ലേ, ലിസ്റ്റ് 3ലോട്ട് 143 34 56 ആഡ് ചെയ്തു. അങ്ങനെ ലിസ്റ്റ് 4 ക്രിയേറ്റ് ചെയ്തു. കണ്ടില്ലേ? ലിസ്റ്റ് 3 എന്ന് പറഞ്ഞത് ഇവിടെ ഈ സെലക്ട് ചെയ്തത്, അതിലോട്ട് ഇതും കൂടി ആഡ് ചെയ്തു. അപ്പൊ എന്തായി? ഇങ്ങനെ ലിസ്റ്റ് വന്നു. ആ 4 അത് നമ്മൾ പ്രിന്റ് ചെയ്തു. ഓക്കെ, എങ്ങനെയാണെങ്കിൽ കൂട്ടി കൊണ്ടുവരാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് സിമ്പിൾ ആണ്. ജസ്റ്റ് പ്ലസ് ഓപ്പറേറ്റർ കൊടുക്കും. രണ്ടാമത്തത് എക്സ്റ്റെൻഡ് മെത്തേഡ്. എക്സ്റ്റെൻഡ് പറയുമ്പോൾ നമ്മൾ നോർമൽ അപ്പൻഡ് റിമൂവ് ഒക്കെ പറഞ്ഞ മാതിരി ഫംഗ്ഷൻ വരുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം കൂടി കൂട്ടിയിട്ടാണ് ലിസ്റ്റ് 3 ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് ലിസ്റ്റ് 1ലോട്ട് തന്നെ ലിസ്റ്റ് 2നെ ആഡ് ചെയ്യാം. ആ ഒരു ലിസ്റ്റിന്റെ ഉള്ളിലോട്ട് തന്നെ ആഡ് ചെയ്യേണ്ടിയായിരിക്കും. അപ്പൊ നമുക്ക് എക്സ്റ്റെൻഡ് യൂസ് ചെയ്താൽ മതി. കണ്ടോ? ലിസ്റ്റ് 1 ABC, ലിസ്റ്റ് 2 1 2 3. ആദ്യം നമുക്ക് ഇവിടെ സംബന്ധം നോക്കാം. ഇപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടും പ്രിന്റ് ചെയ്യാണ് ലിസ്റ്റ് 1 ഫസ്റ്റത്തെ ലിസ്റ്റ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ അടിയിൽ ഈ ഫസ്റ്റത്തെ ലിസ്റ്റ് തന്നെ വരും. കാരണം ഈ ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ലിസ്റ്റ് 3 ഇവിടുന്ന് മാറുന്നില്ല. ലിസ്റ്റ് 4 പ്രിന്റ് ചെയ്യുമ്പോൾ
ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ ഒരു പുതിയ ഔട്ട്പുട്ടാണ് നമുക്ക് കാണിച്ചു തന്നത്. ഇത് പുതിയൊരു ഔട്ട്പുട്ടാണ്. ലിസ്റ്റ് 4 ഇതാണോ? അല്ല. ലിസ്റ്റ് 3 ഇതാണോ? അല്ല. ലിസ്റ്റ് 3 എന്ന് പറയുന്നത് ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ വരെ ലിസ്റ്റ് 3 ഉള്ളൂ. പക്ഷെ നമ്മൾ ഔട്ട്പുട്ട് ഏതാണ് പ്രിന്റ് ചെയ്യുന്നത് അതാണ് ഫൈനൽ നമുക്ക് കാണിച്ചത്. പക്ഷെ ഇവിടെ ലിസ്റ്റ് 1 നോക്കിയപ്പോൾ ഇപ്പോഴും പഴയ ഡാറ്റ, ഒരു ചേഞ്ചും. ലിസ്റ്റ് 1 ഒരു ചേഞ്ച് ഇല്ല, ലിസ്റ്റ് 2 ഒരു ചേഞ്ചും ഇല്ല. അതിലോട്ടൊക്കെ അന്നൊക്കെ പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. എക്സ്റ്റെൻഡ് പറയുമ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് 1 തന്നെ അല്ല ആഡ് ചെയ്യപ്പെടും. ഇപ്പൊ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ലിസ്റ്റ് 1 മതി. ലിസ്റ്റ് 1 ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലിസ്റ്റ് അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഒഴിവാക്കി. ലിസ്റ്റ് 1 എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ നമ്മളെ ഫംഗ്ഷൻ ഉപയോഗിച്ചു. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിലോട്ട് ഏതാണ് ലിസ്റ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകേണ്ടത്. ഇവിടെ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞതിന്റെ ഉള്ളിലോട്ടാണ് ലിസ്റ്റ് 2 ആഡ് ചെയ്യുന്നത്. അപ്പൊ ലിസ്റ്റ് 2 എന്ന് വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് റൺ ചെയ്ത് നോക്കുക. ഇപ്പൊ ലിസ്റ്റ് 1 തന്നെ മാറി. കാരണം എന്താ, ലിസ്റ്റ് 1ന്റെ ഉള്ളിലോട്ട് ലിസ്റ്റ് 2 വെച്ചു. മറ്റോടത്തൊക്കെ നമ്മൾ ലിസ്റ്റ് 3 ക്രിയേറ്റ് ചെയ്തു, ലിസ്റ്റ് 4 ക്രിയേറ്റ് ചെയ്തു, അങ്ങനെയാണ്. ഇവിടെ ലിസ്റ്റ് 1ന്റെ ഉള്ളിലോട്ട് തന്നെ. അപ്പൊ എന്താ, ലിസ്റ്റ് 1 കറക്റ്റ് ഫുൾ ആമോ ഈ വാല്യൂസും വന്നു. ഇനിയിപ്പോ ഞാൻ നേരെ ലിസ്റ്റ് 2 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാലോ, ലിസ്റ്റ് 2ന്റെ ഇപ്പൊ എന്താ, ലിസ്റ്റ് 1 വന്നു, ലിസ്റ്റ് 2 വന്നു. അതിലൊരു ലിസ്റ്റ് 1ലോട്ട് ഞാൻ ലിസ്റ്റ് 2 ആഡ് ചെയ്തു. അപ്പൊ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞ എല്ലാം ഉണ്ട്. ലിസ്റ്റ് 2ലോ, ലിസ്റ്റ് 2ൽ പോയി ലിസ്റ്റ് 2 തന്നെയല്ലേ ഉള്ളൂ. കാരണം അതിലോട്ടൊന്നും എക്സ്റ്റെൻഡ് ചെയ്തില്ലല്ലോ. ലിസ്റ്റ് 2 അതുപോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റമില്ല. ലിസ്റ്റ് 1ലോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. ഇനി വേണം പിന്നെ ഇങ്ങനെ എന്താ പറയാ, ലിസ്റ്റ് 2 ഡോട്ട് എക്സ്റ്റെൻഡ് ലിസ്റ്റ് 1. അപ്പൊ എന്താ ഉണ്ടാകുക, ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. കണ്ടാ ഫുള്ള് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലിസ്റ്റ് 1 എടുത്തു, അതിലോട്ട് ലിസ്റ്റ് 2 അപ്പൻഡ് ചെയ്തു. അതാണല്ലോ ഇത്. ലിസ്റ്റ് 1 എടുത്തു, ലിസ്റ്റ് 2 എടുത്തു, എന്നിട്ട് അപ്പൻഡ് ചെയ്തു. ഇപ്പൊ ലിസ്റ്റ് 1 എന്ന് പറയുന്നത് വലിയതാണ്. ലിസ്റ്റ് 1 പറഞ്ഞാൽ 1 എടുത്തു 2 എല്ലാ ഡാറ്റയോട് കൂടിയ ലിസ്റ്റ് 1. ഇനി ഞാൻ എന്താ ചെയ്ത് നോക്കാം, ലിസ്റ്റ് 2 അഥവാ ഈ വാല്യൂ അതിൽ മാറ്റില്ലല്ലോ, അതിലോട്ട് വീണ്ടും ലിസ്റ്റ് 1 അപ്പൻഡ് ചെയ്യുന്നു. ലിസ്റ്റ് 1 ഇപ്പൊ എന്താ, ഞാൻ ലിസ്റ്റ് 1 ഇവിടെ എഴുതി, ഇതാണ് ലിസ്റ്റ് 1. ആക്ച്വലി ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ലിസ്റ്റ് 1 എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അത് നിങ്ങളുടെ ഡൗട്ടില്ലല്ലോ. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എടുത്ത് ലിസ്റ്റ് 1ലോട്ട് ലിസ്റ്റ് 2 അപ്പൻഡ് ചെയ്തു. ഇപ്പൊ ലിസ്റ്റ് 1 പറയുന്നത് ഇതാണ്. ഇനി എന്താ ചെയ്യുന്നത്, ലിസ്റ്റ് 2 എന്ന് പറയുന്നത് ഇതാണ്. ഇതെടുത്തിട്ട് ഇവിടെ ഇട്ടു, അതിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്ലസ് ചെയ്ത പോലെ തന്നെ, പക്ഷെ ഇതിന് ഉള്ളിലോട്ട് ആഡ് ചെയ്യും. ഈ ഒരു വാല്യൂസിനെ എടുത്തിട്ട് ഇതിവിടെ ഇങ്ങനെ ആഡ് ചെയ്യുന്നതല്ലേ. എന്നാലോചിച്ച് നോക്കി, ലിസ്റ്റ് 2 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. അത് നമുക്ക് ഇവിടെ വരെ ഉണ്ടാവും. അതിനുശേഷം ലിസ്റ്റ് 2 ഇത് നോക്കണം, ലിസ്റ്റ് 2 ആണിത്. ലിസ്റ്റ് 2ലോട്ട് എക്സ്റ്റെൻഡ് ലിസ്റ്റ് 1. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് എന്താ, ലിസ്റ്റ് 1 എന്ന് പറയുന്നത് ലിസ്റ്റ് 2ഉം 1ഉം കൂടി കൂട്ടി നമ്മളിവിടെ ജസ്റ്റ് ലൈനിൽ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ പോയി നോക്കി. ആദ്യം ഇതെടുത്ത്, അതിനുശേഷം ഇതെടുത്തു, അതിനുശേഷം ലിസ്റ്റ് 1ലോട്ട് ലിസ്റ്റ് 2നെ ആഡ് ചെയ്തു. ഇപ്പൊ ലിസ്റ്റ് 1 എന്ന് പറയുന്നത് 2 കൂടിയതാണ്. ലിസ്റ്റ് 1 പറയുന്നത് വലിയ സൈസുള്ള 2 കൂടിയാണ്. ഇനി നമ്മളൊരു കാര്യം കൂടി പറഞ്ഞു, ലിസ്റ്റ് 2ല് ഡൗട്ട് ഇല്ലല്ലോ. ലിസ്റ്റ് 2 ഇപ്പോൾ ചെറുതാണ്. ആ ABCD ഉള്ള അക്ഷരങ്ങൾ ASFG. ആ ലിസ്റ്റ് 2ലോട്ട് ലിസ്റ്റ് 1 അപ്പൻഡ് ചെയ്യാണ്. ഇതാണ് ലിസ്റ്റ് 2ലോട്ട് ലിസ്റ്റ് 1 അപ്പൻഡ് ചെയ്യും. പക്ഷെ ഇവിടെ കാര്യം ശ്രദ്ധിക്കണം, ലിസ്റ്റ് 1 പറയുന്നത് നേരെ മുകളിലുള്ള, നമ്മളെപ്പോഴും പറഞ്ഞില്ലേ റീപ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ലിസ്റ്റ് 1 എന്ന് പറയുന്നത് ഈ കാണുന്നത് അല്ല, ഇതല്ല. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇവിടെ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയില്ലേ. ഇനി ഇതാണ് ലിസ്റ്റ് 1, പഴയ ലിസ്റ്റ് 1 അല്ല, ഇവിടെ മാറി. ലിസ്റ്റ് 2 മാറാത്ത എന്താ, ലിസ്റ്റ് 2ലോട്ട് അപ്പൻഡ് ചെയ്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ലിസ്റ്റ് 2ലോട്ട് അപ്പൻഡ് ചെയ്തു. അപ്പൊ ലിസ്റ്റ് 2 മാറി. ലിസ്റ്റ് 2ലോട്ട് എന്താ വന്നത്, ലിസ്റ്റ് 2 അഥവാ ഇത് എക്സ്റ്റെൻഡ് ലിസ്റ്റ് 1. ഇപ്പൊ ലിസ്റ്റ് 1 അടിയത്താണ് ഓർക്കുക. അപ്പൊ വലിയൊരു വാല്യൂ വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വാല്യൂസ് വന്ന് ഈ ASFG വീണ്ടും വന്ന് അതുപോലെ തന്നെ വന്നു. കാരണം എന്താ, ആദ്യത്തത് ഇത് ലിസ്റ്റ് 2ത്തെ ഡാറ്റയാണ്, ഇത് ലിസ്റ്റ് 1ത്തെ ഡാറ്റയാണ്. അപ്പൊ ഇതിനുള്ളിൽ അങ്ങനെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് വന്നേ, അത് ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു.
അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളിലോട്ട് വന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളിവിടെ. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഹെവി ആയിട്ടുള്ള ഡാറ്റ വന്നത്. ഓക്കെ, അപ്പൊ എക്സ്റ്റെൻഡ് സിമ്പിൾ ആണ്, ഒന്നുമില്ല. ലിസ്റ്റ് 1 ഡോട്ട് എക്സ്റ്റെൻഡ് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് 1 ഉള്ളിലോട്ട് ലിസ്റ്റ് 2 ഓരോന്നും ഇങ്ങനെ എടുക്കാണ്ട് വെക്കും. പ്ലസ് ഓപ്പറേറ്റർ ആണെങ്കിൽ പുതിയ ഒരു ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യും. 3 ലിസ്റ്റ് 3 ലിസ്റ്റ് 1 എന്തായാലും ക്രിയേറ്റ് ചെയ്യും. ഇനി നമുക്ക് പ്ലസ് പോലെ തന്നെ പ്ലസ് അസൈൻ ഉണ്ട്. വെച്ചാൽ ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. നമ്മളെന്താ ചെയ്യല്? ലിസ്റ്റ് 1 പ്ലസ് ലിസ്റ്റ് 2 പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സെയിം ലിസ്റ്റിന്റെ ഉള്ളിലോട്ട് തന്നെ ആഡ് ചെയ്യണം. പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടുണ്ടെങ്കിൽ പ്ലസ് അസൈൻ കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചു. പ്ലസ് ഓപ്പറേറ്റർ ആണെങ്കിൽ പുതിയൊരു ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ലിസ്റ്റ് 3 ലിസ്റ്റ് 4 എന്ന് പറഞ്ഞിട്ട്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് 1 ഉള്ളിലോട്ട് ലിസ്റ്റ് 2 തന്നെ എടുത്ത് വെക്കുകയാണ്. അതാണ് എക്സ്റ്റെൻഡ് ഓപ്പറേറ്റർ. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് 1 പ്ലസ് അസൈൻ. പ്ലസ് അസൈൻ എന്താണ് നമുക്കറിയാം. ആ പ്ലസ് ചെയ്തിട്ട് അതിലോട്ട് തന്നെ എടുത്തു വെക്കും. എന്താ പറയുക, ഇപ്പൊ 1ഉം 2ഉം പ്ലസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തായി? 1ഉം 2ഉം കൂട്ടിയിട്ട് 3. ആ 3നെ 1ന്റെ സ്ഥാനത്തോട്ട് മാറ്റി കയറ്റി വെക്കും. നിങ്ങൾ മെമ്പർഷിപ്പ് ഓപ്പറേറ്ററും അസൈൻമെന്റ് ഓപ്പറേറ്ററും മനസ്സിലാക്കണം ശരിക്ക്. അവിടെ പോയി എന്താ പറയുക, നമ്മള് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ട് ക്ലിയർ ചെയ്തിട്ട് വരിക. പിന്നെ എന്ത് ചെയ്യാം? ഡൗട്ട് ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ലിസ്റ്റ് 2 ഇവിടെ എന്താണ്? ഇവിടെ പ്ലസ് അല്ല, പ്ലസ് മാത്രമാണ് നമ്മൾ പുതിയ ഇതിലൂടെ സ്റ്റോർ ചെയ്യും. ഇവിടെ എന്താ? പ്ലസ് അസൈൻ. പ്ലസ് അസൈൻ പറഞ്ഞാൽ അപ്പൊ തന്നെ എടുത്തു വെക്കുകയാണ്. അപ്പൊ ലിസ്റ്റ് 1 ലിസ്റ്റ് 2 പ്ലസ് ചെയ്ത് ആ വാല്യൂനെ ലിസ്റ്റ് 1 എടുത്തു വെക്കും. അങ്ങനെയല്ല, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ആഡ് ചെയ്തിട്ട് ആ വാല്യൂനെ ലിസ്റ്റ് 1 റീപ്ലേസ് ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ലിസ്റ്റ് 1 ഈ വാല്യൂ, ലിസ്റ്റ് 2 ഈ വാല്യൂ. അപ്പൊ എന്താ ചെയ്യണേ? ഈ വാല്യൂയിലോട്ട് ഈ വാല്യൂവിനെ പ്ലസ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ കിട്ടിയ ഔട്ട്പുട്ട്, ഇതുപോലത്തെ ഒരു ഡാറ്റ ഉണ്ടല്ലോ, ഔട്ട്പുട്ടായി കിട്ടിയതിനെ ഈ ലിസ്റ്റ് 1 എടുത്ത് വെക്കും. നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കുക. കണ്ടാ? 1 2 3 6 5 6 ആയിട്ടുള്ള വാല്യൂസ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇത്രേ ഉള്ളൂ. പ്ലസ് അസൈൻ പ്ലസ് എക്സ്റ്റെൻഡ് 3 മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ ലിസ്റ്റിന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കീ ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നു. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓർഡേർഡ് ആണ്, ലിസ്റ്റ് ചേഞ്ചബിൾ ആണ്, ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് ആണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്താ പറയുക, ഇപ്പൊ നമുക്ക് നോക്കണ്ട, കാരണം നമ്മൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഹെഡിങ് പഠിച്ചിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ഓരോന്നും പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ലിസ്റ്റ് ഓർഡേർഡ് ആണ്. എന്താണ് ഓർഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ഓർഡർ ഉണ്ടാവും. ഇന്ന സ്ഥലത്ത് ഇന്ന റാക്കിൽ ഇന്നത് വെച്ച്, എന്താ പറയുക, ഇന്ന ഷെൽഫിൽ ഇന്നത് വെച്ച് എന്നൊക്കെ പറയില്ലേ. ആ കറക്റ്റ് നമുക്ക് എപ്പോ വേണമെങ്കിലും ആ ഷെൽഫിൽ പോയി ആ സാധനം എടുത്തോണ്ടല്ലോ. ഇപ്പൊ ഞാനൊരു ഷൂ ഷെൽഫിൽ വെച്ചു, എടുത്തു കൊടുത്തു, വീണ്ടും അതിൽ തന്നെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിന് എടുത്തോണ്ടിരാം, വീണ്ടും അതിന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എടുക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാതെ എവിടെ വെച്ച്. അതുപോലെ ലിസ്റ്റിൽ നമുക്ക് ഇൻഡെക്സ് അറിയില്ല. 0 1 2 3 4 5 അത് നമ്മൾ ഓരോ വാല്യൂ ഓരോ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ആ ഇൻഡെക്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അതേ ഡാറ്റ നമുക്ക് വീണ്ടും 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 കിട്ടും. അതാണ് ഓർഡേർഡ്. ഇപ്പൊ ലിസ്റ്റ് ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഒരു ഡാറ്റ എന്ന് പറയുന്നത് 1 2 3 4 ഉണ്ട് വിചാരിച്ചു. അപ്പൊ ഡാറ്റന്റെ 0 എന്ന് പറഞ്ഞ എന്താ? 0 പറഞ്ഞ ഫസ്റ്റ് എലമെന്റ് 1, -1 ഡാറ്റ -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ എലമെന്റ് 4, ഡാറ്റ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 2 3 എന്ന് കഴിഞ്ഞാൽ 2 എന്ന ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 1 മൗസ് പോയിന്റർ ആക്കണം 0 1 2 എന്ന് പറയുന്ന വാല്യൂ 3. അപ്പൊ ഞാനിത് 1000 വട്ടം വിളിച്ചാലും 1,00,000 വട്ടം വിളിച്ചാലും സെയിം വാല്യൂന്റെ ആൻസർ തരും. 1 4 3. 0 എപ്പോ കൊടുത്താലും 1 തന്നെ മടങ്ങേണ്ടി വരും. അതാണ് നമുക്ക് ഓർഡേർഡ് ആണ്. അപ്പൊ ഇതിനൊരു പ്രോപ്പർ ഇൻഡെക്സിങ് ഉണ്ട്. ആ ഇൻഡെക്സ് വെച്ച് നമുക്ക് ഡാറ്റ എടുക്കുക, ഒരു മാറ്റങ്ങൾ വരുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഈച്ച് ആയിട്ട് ഇൻ ദ ലിസ്റ്റ് ആസ് എ ഫിക്സഡ് പൊസിഷൻ. നമ്മൾ ലിസ്റ്റിലൂടെ ഓരോ വാല്യൂ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴും അതിന് ഓരോ ഇൻഡെക്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട്, ഇപ്പൊ എക്സാമ്പിൾ ഫസ്റ്റത്തേന് 0, രണ്ടാമത്തെ ആഡ് ചെയ്ത 1, പിന്നെ ആഡ് ചെയ്ത 3, പിന്നെ 2, പിന്നെ ആഡ് ചെയ്ത 3, പിന്നെ ആഡ് ചെയ്ത 4, അങ്ങനെ 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 ഇൻഡെക്സ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. സോ ഇറ്റ്സ് ഓർഡേർഡ്. അതിൽ ക്ലാരിറ്റി ആയില്ലേ? രണ്ടാമത്തെ ചേഞ്ചബിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ലിസ്റ്റിനുള്ളിൽ വാല്യൂസ് ചേഞ്ച് ചെയ്യാനുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോ ഡാറ്റ 1 2 3 4 ഡാറ്റന്റെ 1 പറഞ്ഞാൽ 0 1. അപ്പൊ ഈ വാല്യൂ 2 ആണ് ഒന്നാമത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി ഇൻഡെക്സിംഗ് ഒക്കെ അറിയുന്നതാണ്. നിങ്ങൾക്ക് അറിയില്ലാണ്ടെങ്കിൽ വീഡിയോ കണ്ട് ക്ലിയർ ചെയ്തിട്ട് വരിക. അപ്പൊ 100 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇൻഡെക്സിലാണ്. ഇൻഡെക്സ് എത്ര? 0 1. അപ്പൊ ഇവിടെ വാല്യൂ 2ന് പകരം 100 റീപ്ലേസ് ചെയ്യണ്ട. 1 100 3 4 ഇതാണ് ഔട്ട്പുട്ട്. ഇനി ഡാറ്റന്റെ 3 പറഞ്ഞത് 0 1 2 3 എന്ന് പറഞ്ഞ ലാസ്റ്റ് 1005. അപ്പൊ എന്ത് ഇപ്പത്തെ ഈ വാല്യൂ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയത്.
അപ്പൊ എന്തായി 1 100 3 4 പകരം 1005. ഇത് ക്ലിയർ ആയില്ലേ? ഈ ഡാറ്റ ഇവിടെ 1 2 3 4 ആണ്. ഡാറ്റന്റെ ഒന്നിലോട്ട് നമ്മൾ 100 അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ ലിസ്റ്റ് 1 നമ്മൾ പ്രിന്റ് ചെയ്യാണ്. ലിസ്റ്റ് 1ന്റെ 0th ഇൻഡെക്സ് റൺ ചെയ്ത് എത്ര 1. ഞാൻ വീണ്ടും റൺ ചെയ്തു 1, വീണ്ടും റൺ ചെയ്തു 1, വീണ്ടും റൺ ചെയ്തു. ഫിക്സഡ് പൊസിഷൻ അതിന് കൊടുത്തിട്ടുണ്ട്, അത് മാറൂല. ചിലത് അങ്ങനെ ചില സംഭവങ്ങൾ നമുക്ക് മാറണം, അതാണ് പറഞ്ഞത്. ഇത് മാറൂല, ഇതിന് ഓർഡേർഡ് ആണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്ത് -1 കൊടുത്തു നോക്കണേ, എത്ര പ്രിന്റ് ചെയ്തല്ല. അപ്പൊ 1:43 വന്നുകൊണ്ട് 1:43 1:43 എത്ര പ്രിന്റ് ചെയ്താലും അതിന്റെ വരും, വേറെ ഓർഡേർഡ് ആണ്. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചബിൾ ആണ്. ചേഞ്ചബിൾ ആണ് പറയുമ്പോൾ ഈ 0th ഇൻഡെക്സ് ഉണ്ടല്ലോ, നമ്മൾ പ്രിന്റ് ഒഴിവാക്കി നമ്മൾ ചേഞ്ച് ചെയ്യല്ലേ. 0th ഇൻഡെക്സിൽ ഞാൻ ഒരു 1000 കൊടുത്തു, 10,000 കൊടുത്ത്. എന്നിട്ട് -1ന് ഞാൻ ജസ്റ്റ് 1 കൊടുത്തു. പ്രിന്റ് ഫംഗ്ഷൻ ഒഴിവാക്കി നമ്മൾ അസൈൻ ചെയ്യല്ലേ. ഇപ്പൊ ലിസ്റ്റ് 0ലോട്ട് ഞാൻ 10,000 കൊടുത്ത്, ലിസ്റ്റ് -1ന് 1 കൊടുത്ത്. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, കാരണം പ്രത്യേകിച്ച് നമ്മൾ പ്രിന്റ് ചെയ്തില്ല. ഇനി പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിസ്റ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക കണ്ട. ആ 0th ഇൻഡെക്സിനെ 10,000 ആക്കിയിട്ട് 2 3 656 വെച്ച് -1 ചേഞ്ച് ചെയ്യണ മാത്രം നമ്മൾ മാറ്റുള്ളൂ. ഇവിടെ -1 അല്ല കൊടുത്തു, -1 പറഞ്ഞാൽ ലാസ്റ്റത്തെ എലമെന്റ് അതിന് 1 കൊടുത്തു. ഇനി ഇത് -1 മാറ്റിയിട്ട് ഞാൻ ഇതിന് ഒരു 3 കൊടുത്തു. 3 പറഞ്ഞാൽ 0 1 2 3 ഈ 656 പോയിട്ട് 1 വരും. ആണോ, 656 പോയി 1 വന്ന് 43. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും, അതാണ് ചേഞ്ചബിൾ ഉദ്ദേശിച്ചത്. അതല്ല, ഓർഡേർഡ് ആണ്, ചേഞ്ചബിൾ ആണ്, ക്ലിയർ ആണ്, വലിയ സിമ്പിൾ ആണ്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. അതിന് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചു പോയത്. ഇതുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു എന്താ പറയാ, ഈ ASFGU ഇത് നമ്മൾ ഇവിടെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ വന്നു. സോ അപ്പൊ തന്നെ മനസ്സിലായി ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടും. ഇവിടെ ഈ 1 നമുക്ക് എത്ര വട്ടം ആഡ് ചെയ്യാം. ഇനി ഇത് നോക്കുക, നമ്മൾ വി ക്യാൻ ആഡ് സെയിം വാല്യൂ മൾട്ടിപ്പിൾ ടൈം. ഡു യു റിമെമ്പർ, നമ്മൾ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിരുന്നു കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ആ കൗണ്ട് ഫംഗ്ഷൻ ലിസ്റ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക വാല്യൂ എത്ര ടൈംസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാൻ കഴിയും. ഇപ്പൊ ഇവിടെ ഞാൻ കൗണ്ട് ചെയ്യുന്നത് 1 ആണെങ്കിൽ 1 2 2 വരും. 2 ആണെങ്കിലോ 1 2 3 3 വരും. അങ്ങനെ നമുക്ക് ഓരോന്ന് 4 ആണെങ്കിൽ 1 2 ഇങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്ത് തരും. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഐറ്റം ഉണ്ടായതുകൊണ്ടല്ലേ വരുന്നത്. അല്ല, ഒറ്റ ഐറ്റം ഉണ്ടെങ്കിൽ കൗണ്ട് ചെയ്യേണ്ട ആ ഫംഗ്ഷനെ നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇതിൽ ഒരു ഐറ്റം മൾട്ടിപ്പിൾ ടൈം ഒക്കറൻസ് ചെയ്യും. അതിന്റെ അർത്ഥം എന്താ, അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. സിമ്പിൾ അല്ലേ? നമ്മളൊക്കെ ഈ ഫീച്ചേഴ്സോടെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേർഡ് ആണ്. നമുക്കറിയാം ഇൻഡെക്സ് എത്ര വട്ടം സെയിം വാല്യൂ വരും. ഇൻഡെക്സ് 0 to മുതൽ അങ്ങോട്ട് ഇൻഡെക്സ് ഉണ്ട്. ചേഞ്ചബിൾ ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അസൈൻ എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻഡെക്സിന് ഇപ്പോൾ ഡാറ്റ 0th ഇൻഡെക്സ് അസൈൻ എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയും. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എടുക്കും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. എന്താ പറയുക, ലിസ്റ്റ് കോംപ്രഹെൻഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഫോർ ലൂപ്പ് ഇതൊക്കെ പഠിച്ചിട്ട് വേണം അതിലോട്ട് ഇറങ്ങാൻ. പറ്റിയ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഡാറ്റ ടൈപ്സ് കംപ്ലീറ്റ് ചെയ്യണത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് എന്താ പറയാ, നമ്മളെ കണ്ടന്റ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം എല്ലാ കാര്യങ്ങളും. ടൈം എടുക്കുന്നുണ്ട് എനിക്കറിയാം, പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊരു ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലായി മാറണം. നമ്മളെപ്പോഴും ഒരു പെട്ടെന്നുള്ള ഒരു ഫീലും അല്ലെ പെട്ടെന്നുള്ള ഒരു എന്താ പറയാ സക്സസ്സും അല്ല നോക്കേണ്ടത്. കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ട് സ്ലോലി ഉള്ള ഗ്രോത്ത് ആണ് ബെസ്റ്റ്. സ്ലോലി ഗ്രോത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും തകർത്തിടാൻ കഴിയൂല. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ ഈച്ച് ആൻഡ് എവരിതിങ് പഠിച്ചിട്ട് തന്നെ പോകും. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ലൈഫിൽ നമ്മൾ പൈത്തണിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് ഡെയിലി യൂസ് കേസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. പൈത്തൺ ഇനി എന്താ പറയാ ഒരു ഡിഫിക്കൽട്ട് ആവില്ലായിരിക്കും. ഫുൾ സപ്പോർട്ടാണ്. മെസ്സേജ് അയച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ബൈ.